ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരുൾ മൂടിയ രാത്രികൾ പലതും കാലം നമുക്ക് സമ്മാനിച്ചാലും കണ്ണുനീരുകൊണ്ട് നിന്റെ രാവുകൾ കുതിർന്നിട്ടുണ്ടെങ്കിലും അതിനെല്ലാം അപ്പുറം സൂര്യപ്രഭയാർന്ന ഒരു പുലരിയും ഉണ്ടാകും. മെഴുനീർ ചാലുകെട്ടിയ നിന്റെ മുഖത്ത് സന്തോഷത്തിൻ്റെ തിളക്കമാർന്ന പ്രകാശം ഉദിക്കും. ഇരുണ്ട നാളുകളിൽ ഞാനും നീയും ഒഴുക്കിയ കണ്ണുനീരിനും ദൈവസന്നിധിയിൽ നാം എല്ലാവരും ഉയർത്തിയ പ്രാർത്ഥനകൾക്കും തീർച്ചയായും അവൻ ഉത്തരം നൽകും. കാരണം നമ്മുടെ ഈശോയ്ക്ക് മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല, തോരാത്ത കണ്ണുനീരില്ല, ഉണങ്ങാത്ത മുറിവുകളില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമ്മേ മാതാവേ, എൻ്റെ ഹൃദയം ഭാരപ്പെട്ടിരിക്കുന്നു. അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിനോട് എനിക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. എൻ്റെ പോരാട്ടങ്ങളെ തരണം ചെയ്യുവാനും എൻ്റെ ഹൃദയത്തിൽ സമാധാനം കൊണ്ടുവരുവാനും എനിക്ക് ശക്തി നൽകണമെന്ന് ഈശോയോട് പറയണമേ. അമ്മയുടെ സ്നേഹത്തിലും അനുകമ്പയിലും ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് വഴി, ഇതിലേക്ക് പോകുക എന്ന വചനം കേൾക്കുവാൻ കഴിയും വിധം ഞങ്ങളുടെ അടഞ്ഞ കാതുകളെ തുറക്കണമേ നാഥ. നീറുന്ന പ്രശ്നങ്ങളുമായി ഞങ്ങൾ എല്ലാവരും ഇന്ന് പ്രാർത്ഥിക്കുവാനായി ഒത്തുചേർന്നിരിക്കുന്നു. ഈ ജീവിതത്തിൻ്റെ സൗന്ദര്യം നുകരാൻ അങ്ങേ സ്നേഹവും സമാധാനവും ഞങ്ങൾക്ക് കൂടിയേ തീരൂ. ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് പറഞ്ഞ പൗലോസ്ലീഹായെ പോലെ പറയുവാൻ ഞങ്ങൾക്കും ശക്തി തരണമേ. എങ്ങോട്ടെന്നില്ലാതെ പായുന്ന മനസ്സിനെ അങ്ങേ പ്രത്യാശയിലേക്ക് തിരിച്ചുവിടണമേ. എല്ലാ മക്കളിലേക്കും വരും തലമുറയിലേക്കും വിശുദ്ധിയുടെ പാഠങ്ങൾ നൽകുന്ന മാതൃകയാക്കി എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ. സമാധാനമില്ലാതെയും സന്തോഷമില്ലാതെയും ആരെങ്കിലും ഈ നിമിഷം പ്രാർത്ഥനയിൽ പങ്കുചേരുന്നെങ്കിൽ അങ്ങേ തിരുരക്തത്തിൻ്റെ അമൂല്യമായ സംരക്ഷണം അവരിൽ നിറയട്ടെ. കൃപാസന പ്രസാദപര മാതാവേ, ഏറ്റവും കഷ്ടപ്പെടുന്ന ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ വിശുദ്ധമായ കരങ്ങളിൽ സമർപ്പിക്കുന്നു. മാതാവേ, ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ. ഏറെ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ നിരാശപ്പെട്ടു പോകുവാൻ അമ്മ അനുവദിക്കരുതേ. ഞങ്ങളുടെ കണ്ണുനീരിനെ അമ്മ കാണണമേ. ഞങ്ങളുടെ ഹൃദയവേദനയ്ക്ക് അമ്മ ആശ്വാസം നൽകണമേ. ഞങ്ങൾക്ക് വേണ്ടി അമ്മ ശക്തമായി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അമ്മേ മാതാവേ, പലവിധ രോഗത്താൽ പ്രയാസപ്പെടുന്ന മക്കളെ അമ്മയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. മാതാവേ, മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഒരു കുഞ്ഞിനു വേണ്ടി ചികിത്സ നടത്തി അതിനുവേണ്ടി കാത്തിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അമ്മേ, അവരെ നിരാശപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ. ഒരു ദൈവ പൈതലിനെ ദാനമായി കൊടുത്ത് അമ്മ ആ മക്കളെ അനുഗ്രഹിക്കണമേ. അമ്മ അവരുടെ കണ്ണുനീരിനെ കാണണമേ. അത്ഭുതങ്ങളുടെ റാണി, അവരുടെ മേൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ,
മക്കളുടെ ദുർനടപ്പ് മൂലം വേദനിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നൊന്ത് പ്രസവിച്ച മക്കൾ തെറ്റായ മാർഗത്തിലൂടെ പോകുമ്പോൾ ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഹൃദയവേദന എത്രയെന്ന് ആർക്കും പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല. അമ്മേ മാതാവേ, ഈ തെറ്റായ വഴിയിൽ കൂടി ചലിക്കുന്ന മക്കളെയെല്ലാം അമ്മ വീണ്ടെടുക്കണമേ. അവരെ നേരായ മാർഗത്തിലേക്ക് അമ്മ തിരികെ കൊണ്ടുവരണമേ. അമ്മ അവർക്ക് കാവലായി കൂടെ ഉണ്ടാകണമേ. അവരെ തെറ്റായ മാർഗത്തിലേക്ക് പോകുവാൻ അമ്മ അനുവദിക്കരുതേ. അവരെ ദൂതഗണങ്ങളാൽ അമ്മ സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാവരെയും അമ്മയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ അവരെ കഴുകി ശുദ്ധീകരിക്കണമേ. അമ്മയുടെ നീലമേലങ്കിയാൽ അവരെ സ്പർശിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾ അമ്മയിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇന്നുവരെയും കണ്ണുനീരോടെ അമ്മയുടെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാൾ പോലും നിരാശപ്പെട്ട് പോയിട്ടില്ല. അമ്മേ മാതാവേ, അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് ദാനമായി തന്ന ഒരു ദിവ്യ വരദാനം പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹം പ്രാപിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളെയും അമ്മയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയം കാണുന്ന അമ്മേ, ഞങ്ങളുടെ ഉള്ളത്തിൻ്റെ വേദന അറിയുന്ന അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അമ്മയോട് പറയുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെ അമ്മ മനസ്സിലാക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അമ്മേ, നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഒരിക്കലും തകർന്നു പോകുവാൻ അമ്മ അനുവദിക്കരുതേ. എപ്പോഴും അമ്മയുടെ വലത് കരം പിടിച്ച് അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കി ജീവിക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ മാതാവേ, ഇടവിടാതെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും അമ്മ മറുപടി നൽകണമേ. അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ മാതാവേ, അമ്മയെ ഞങ്ങൾ ഞങ്ങളുടെ ഭവനത്തിൻ്റെ നാഥയും സംരക്ഷകയുമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ട അമ്മേ, എന്നെയും എൻ്റെ ഭവനത്തെയും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും തെറ്റായ പഠനങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും തിന്മയിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ, ഈ ഭവനത്തിൽ പാർക്കുന്ന എല്ലാവരെയും പരിപാലിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും പുറത്ത് സഞ്ചരിക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴും എല്ലാം ഞങ്ങളെ കാത്തുകൊള്ളുകയും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളെ എല്ലാ പാപസാഹചര്യങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പ്രിയപുത്രനോട് അപേക്ഷിക്കണമേ. ഏറ്റവും നിർമ്മലയും നിത്യകന്യകയുമായ അമ്മേ, ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങൾ അമ്മയിൽ അഭയം തേടുന്നു. മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ മാതാവും നിത്യസഹായവുമായ ദൈവമാതാവേ,
ഞങ്ങളുടെ സഹായിയും വഴികാട്ടിയുമായി ദൈവം തിരഞ്ഞെടുത്ത അമ്മേ, എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും സംരക്ഷിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ. ശാരീരികമായും മാനസികമായും നന്മയിലും വിശുദ്ധിയിലും ഞങ്ങളെ മാറ്റണമേ. അമ്മയുടെ സ്നേഹത്താൽ ഞങ്ങളെ നിലനിർത്തണമേ. അമ്മയുടെ സ്നേഹത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ. അഗതികളുടെ ആശ്രയവും വരങ്ങളുടെ ദാതാവുമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്കായി നൽകണമേ. അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാൽ ഞങ്ങളുടെ ദാരിദ്ര്യം അകറ്റണമേ. മനസ്സിൻ്റെ ശൂന്യത മാറ്റി ഹൃദയം ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ മധ്യസ്ഥയും മാർഗവുമായ പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ വഴികൾ അങ്ങ് നേരായതാക്കുകയും വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് തിരിക്കുകയും ചെയ്യണമേ. സത്യത്തിലും നീതിയിലും ഞങ്ങളെ ഓരോരുത്തരെയും നടത്തണമേ. ഐക്യത്തിൻ്റെ നിദാനമായ പരിശുദ്ധ അമ്മേ, അകന്നുപോയവരെ അടുപ്പിക്കുകയും ഭിന്നതകൾ അകറ്റുകയും ചെയ്യണമേ. ഞങ്ങളുടെ നെടുവീർപ്പുകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ വേദനകൾ എടുത്തു മാറ്റണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ അങ്ങ് കടന്നു വരേണമേ. അമ്മയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ പ്രകാശമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് നിറയണമേ. എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്ന അമ്മേ, ഞങ്ങളുടെ ആത്മാവിന് മധുരമായ മാതാവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും എന്നും ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, അവിടുന്ന് ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുന്ന അങ്ങേ അനന്തമായ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഇന്നത്തെ എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അവിടുന്ന് നിയന്ത്രിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും അങ്ങ് സൂക്ഷിച്ചു കൊള്ളണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും ഞങ്ങളെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. പരിശുദ്ധ അമ്മേ, ഇന്ന് ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവരിലും അമ്മയുടെ ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കാണുവാൻ സാധിക്കട്ടെ. പരിശുദ്ധ മാതാവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പ്രിയപുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും മക്കളെയും പ്രാർത്ഥന ആഗ്രഹിക്കുന്ന എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കണമേ. അവരുടെ ആഗ്രഹങ്ങളോടും ആവശ്യങ്ങളോടും പ്രാർത്ഥനകളോടും കൂടെ അവരെ എല്ലാവരെയും അമ്മയുടെ മാതൃകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരെ എല്ലാം അമ്മയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. പരിശുദ്ധ മാതാവേ,
പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഞങ്ങളെ കാത്തുകൊള്ളണമേ. കരുണയുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ കൃപയാൽ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകണമേ. എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ. ഇന്നേ ദിവസം തുടർന്നുമുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും ഞാൻ യാചിക്കുന്നു. അഗതികളുടെ ആശ്രയമായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരേണമേ. ഞങ്ങളെ അമ്മയോട് ചേർത്ത് നിർത്തേണമേ. നിത്യവും ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധ മാതാവേ, അമ്മയുടെ അനുതാപത്തിൻ്റെ അരൂപി ഞങ്ങൾക്ക് നൽകണമേ. പാപത്തിൽ നിന്നും പാപസാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും അകറ്റി നിർത്തേണമേ. എല്ലാ വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഉറവിടമായ പരിശുദ്ധ അമ്മേ, പഠനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ. വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പ്രത്യാശയിൽ നടത്തുകയും ചെയ്യണമേ. ഞങ്ങൾ ഓരോരുത്തരും പുറത്തു പോകുമ്പോഴും ഭവനത്തിൽ ആയിരിക്കുമ്പോഴും അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടാകണമേ. അമ്മയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായും ബോധപൂർവവും ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ കഴിവുകളെയും സാഹചര്യങ്ങളെയും അമ്മയുടെ പ്രത്യേക സംരക്ഷണത്തിനും പരിപാലനത്തിനുമായി ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ പക്കൽ വരുന്ന എല്ലാവരോടും സ്നേഹത്തോടും സൗമ്യതയോടും കൂടി പെരുമാറുവാൻ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ ചിന്തകളോ വാക്കുകളോ പ്രവർത്തികളോ വഴി അമ്മയുടെ മുൻപിൽ ഞാൻ കുറ്റക്കാരിയായി തീർന്നുവെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. എല്ലായ്പ്പോഴും അങ്ങേക്ക് പ്രീതികരമാം വിധം ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും അവസാനം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ദൈവിക മഹത്വത്തിൽ പങ്കുകാരാവുകയും ചെയ്യട്ടെ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമായി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഞങ്ങളുടെ ഭവനത്തിലേക്ക് അമ്മയെ സ്വീകരിക്കുന്നു. അമ്മയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിലും, പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ, ജലപ്രളയം, ഇടി, മിന്നൽ, കൊടുങ്കാറ്റ്, ഭൂമികുലുക്കം, വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും സംരക്ഷിക്കണമേ. എൻ്റെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അമ്മയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക സുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഏറ്റവും പ്രധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യങ്ങളിലും ദൈവ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ വേദനയും കഷ്ടപ്പാടുകളും അവിടുന്ന് മനസ്സിലാക്കുന്നുവല്ലോ. വിശ്വാസത്തോടും വിനയത്തോടും കൂടി ഞാൻ എൻ്റെ കഷ്ടതകൾ അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. രോഗികളായി കഴിയുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥനയോടൊപ്പം സമർപ്പിക്കുന്നു. രോഗികളായി കഴിയുന്ന എല്ലാവരുടെയും കോശത്തിലും എല്ലാ അവയവങ്ങളിലും എല്ലാ ആവാസ വ്യവസ്ഥകളിലും പൂർണ്ണവും ശക്തവുമായ രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. ശാരീരികവും വൈകാരികവും ആത്മീയവുമായ എല്ലാ കാര്യങ്ങളും പുനഃസ്ഥാപിച്ചുകൊണ്ട് ആരോഗ്യവും ചൈതന്യവും അവരിൽ നിറയ്ക്കണമേ.
പരിശുദ്ധ മാതാവേ, ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അമ്മയ്ക്കറിയാം. എൻ്റെ ആശങ്കകളും സാമ്പത്തിക ഉത്തരവാദിത്വങ്ങളും ഞാൻ സമർപ്പിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ വിജയത്തിലേക്കുള്ള തുറന്ന പാതകളിലേക്കും സമൃദ്ധിയുടെയും സാമ്പത്തിക അഭിവൃദ്ധിയുടെയും വഴികൾ തുറന്നു തരണമേ. അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വാസം അർപ്പിക്കുന്നു. ഭക്തിയോടുകൂടി പ്രാർത്ഥനകൾ അമ്മ ഏറ്റെടുക്കണമേ. അമ്മയുടെ മാധ്യസ്ഥം മുഖേന പൂർണ്ണമായി ജീവിക്കുവാൻ ആവശ്യമായ ശക്തിയോടും ചൈതന്യത്തോടും കൂടെ എൻ്റെ ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുക്കുവാൻ എനിക്ക് സാധിക്കട്ടെ. എൻ്റെ എല്ലാ വൈകല്യങ്ങളും ദൂരീകരിക്കപ്പെട്ട എല്ലാ ലക്ഷണങ്ങളും എല്ലാ വേദനകളും ലഘൂകരിക്കപ്പെടട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഈ ജീവിതത്തിൽ എൻ്റെ ഉദ്ദേശം നിറവേറ്റുവാനും ഞാൻ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നന്മയുള്ളവൾ ആകട്ടെ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾക്കായി തുറന്ന വാതിലുകളും അവസരങ്ങളും ഒരുക്കി തരയണമേ. ഐശ്വര്യത്തോടെയും സാമ്പത്തിക സ്ഥിതിയോടുകൂടി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരയണമേ. അസാധ്യ കാര്യങ്ങളുടെ മാതാവേ, അമ്മയുടെ സംരക്ഷണത്തിലും അമ്മയുടെ കൃപയാലും സ്നേഹത്താലും ഞങ്ങളെ വലയം ചെയ്യണമേ. എല്ലായ്പ്പോഴും ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും പുനഃസ്ഥാപിച്ച ആരോഗ്യത്തിനും സാമ്പത്തിക അനുഗ്രഹത്തിനും വേണ്ടി ആവശ്യമായ ക്ഷമ നൽകണമേ. പ്രയാസങ്ങൾക്കിടയിലും ദൈവിക കരങ്ങളിലുള്ള വിശ്വാസത്തിൻ്റെയും ഉപേക്ഷിക്കലിൻ്റെയും മാതൃക ഞാൻ അമ്മയിൽ കണ്ടെത്തട്ടെ. മാതാവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കുവാനും എൻ്റെ യാചനകൾക്ക് ഉത്തരം നൽകുവാനും ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ എൻ്റെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടെടുക്കുവാനും എൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക അനുഗ്രഹം നേടുവാനും കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പൂർണ്ണതയുടെയും സമൃദ്ധിയുടെയും പാതയിലേക്ക് എന്നെ നയിക്കുന്ന അമ്മയുടെ വെളിച്ചവും അമ്മയുടെ സംരക്ഷണം എപ്പോഴും എന്നോടൊപ്പം എൻ്റെ ഭവനത്തോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ അമ്മേ, എൻ്റെ ഭവനത്തിന്മേൽ കരുണയായിരിക്കണമേ. കാരുണ്യത്തിൻ്റെ അമ്മേ, എൻ്റെ ആവശ്യ സമയത്ത് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ കഴിയും എന്നറിഞ്ഞുകൊണ്ട് എൻ്റെ ആരോഗ്യത്തിൻ്റെയും സമ്പത്തിനെയും ഞാൻ അമ്മയെ ഏൽപ്പിക്കുന്നു. അചഞ്ചലമായ വിശ്വാസവും ദൈവസ്നേഹത്തിൽ ആഴമായ വിശ്വാസവും പ്രകടിപ്പിച്ച പരിശുദ്ധ മാതാവേ, അമ്മയുടെ മാതൃക പിന്തുടരുവാൻ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ. വെല്ലുവിളികൾ നേരിടുമ്പോഴും ഞങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ആന്തരികമായി ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ ഊർജവും ശക്തിയും പുതുക്കുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ സാമ്പത്തിക ആവശ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും അമ്മയ്ക്കറിയാം. എൻ്റെ ദൗർലഭ്യ സാഹചര്യങ്ങളെ സമൃദ്ധിയുടെ അനുഗ്രഹങ്ങളാക്കി മാറ്റണമേ. മാതാവേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അമ്മയുടെ അനുഗ്രഹം നൽകണമേ. കാരുണ്യത്തിൻ്റെ അമ്മേ, എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. എന്നെയും എൻ്റെ ഭവനത്തിലുള്ള മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാവരെയും അങ്ങ് കാത്തുകൊള്ളണമേ. ആമേൻ.
സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.